ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. അനേകം പേർ ഉറങ്ങുവാൻ കിടന്നു, പക്ഷേ ഉണരുവാൻ കഴിഞ്ഞില്ല. അനേക മനുഷ്യർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നെട്ടോട്ടമോടുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഒരു പ്രഭാതം കൂടെ ദൈവം ദാനമായി നൽകിയില്ലേ? ഈ പ്രഭാതത്തിലും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 20:7 നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം എപ്പോഴും യഹോവയിൽ തന്നെ ആയിരിക്കട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും പരാജയപ്പെട്ടു പോകുകയില്ല. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് കഷ്ടകാലത്ത് യാക്കോബിൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. മാനുഷികമാകുന്ന ചിന്തയിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നാം നേരിടുന്നത് സ്വയത്തിൽ നിന്നാകുമ്പോൾ ചില നിത്യ നിന്ദയ്ക്കും പരാജയത്തിലേക്കും ചെന്നു പതിക്കുന്നു. വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും സധൈര്യം നേരിടും. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം ഈ പ്രഭാതത്തിലും നമ്മുടെ ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. നാം നേടിയതും നമുക്ക് ഈ ഭൂമിയിലുണ്ട് എന്ന് നാം അഹങ്കരിക്കുന്ന യാതൊന്നിലും കണ്ണുവെക്കാതെ സർവശക്തനായ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.